സാംസങ്ങിൻ്റെ സാംസങ് S24 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. സാംസങ് S24 സീരീസിൽ 3 ഫോണുകൾ വരാനാണ് സാധ്യത. S24, S24 പ്ലസ്, അതുപോലെ തന്നെ S24 അൾട്രയും. ഈ ഫോണുകളുടെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S24 സീരീസിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് S24 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. എന്നാൽ S24 പ്ലസിലോട്ട് വരുമ്പം 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD പ്ലസ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. S24 അൾട്രയിൽ കുറച്ചും കൂടി വലിയ 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ 3 ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഈ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുക. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഈ ഫോണുകളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണുകളുടെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 2600 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഫോണുകളിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഈ ഫോണുകളിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. പിന്നെ S24 അതുപോലെ തന്നെ S24 പ്ലസിലും അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ അൾട്രയിൽ ടൈറ്റാനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ 3 ഫോണുകളിലും IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. S24 അതുപോലെ തന്നെ S24 പ്ലസിലും ഒണിക്സ് ബ്ലാക്ക്, മാർബിൾ ഗ്രേ, കൊബാൾട്ട് വയലറ്റ്, അതുപോലെ തന്നെ ആംബർ യെല്ലോ എന്നീ കളർ വേരിയൻസ് വന്നേക്കാം. അൾട്രയിൽ ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം വയലറ്റ്, അതുപോലെ തന്നെ ടൈറ്റാനിയം യെല്ലോ എന്നീ കളർ വേരിയൻസ് വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ S23 എക്സിനോസിൻ്റെ 2400 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ചിലപ്പം ഇന്ത്യൻ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും വന്നേക്കാം. എന്തായാലും മറ്റ് 2 ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ 3 ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ S23 ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 128 GB ഇൻറ്റേർണലും വന്നേക്കാം. അതുപോലെ തന്നെ 8 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. S23 പ്ലസിലും അതുപോലെ തന്നെ അൾട്രയിലും 12 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷനും 12 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. അൾട്രയിൽ ഇതുകൂടാതെ 12 GB റാം 1 TB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. ഈ ഫോണുകളിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും വരാൻ ചാൻസ് ഇല്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ Android 14 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ S24 അതുപോലെ തന്നെ S24 പ്ലസിലും ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ S24 അൾട്രയിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ 3 ഫോണുകളിലും 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 10 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ S24 അൾട്രയിൽ എക്സ്ട്രാ ആയിട്ട് 50 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസും വന്നേക്കാം. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. OS-ന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. പിന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ 3 ഫോണുകളിലും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ S24 4000 mAh ബാറ്ററി ആയിരിക്കും വരിക. S24 പ്ലസിൽ 4900 mAh ബാറ്ററി വരുന്നതായിരിക്കും. അൾട്രയിൽ 5000 mAh ബാറ്ററിയും വരുന്നതായിരിക്കും. ഇതിൽ S24 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരിക്കും വരിക. മറ്റ് 2 ഫോണുകളിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതുകൂടാതെ 3 ഫോണുകളിലും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടും ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 17 സാംസങ്ങിൻ്റെ ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ ഓൾറെഡി പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ S24 എന്നുള്ള ഫോൺ ഏകദേശം ഒരു 75,000 രൂപ പ്രൈസ് റേഞ്ചിലും, S24 പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ 95,000 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും, അതുപോലെ തന്നെ അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.